വൈഫൈ ഓഫാക്കിയില്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ടാവാനാണ് എന്നോർത്ത് നിസ്സാരവൽക്കരിക്കരുത്. വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പരിശോധിക്കും? താക്കോല്, പഴസ്, ബാഗ്, ഫോൺ എല്ലാം കൃത്യമായി ശ്രദ്ധിക്കില്ലേ? എന്നാൽ നിങ്ങളിൽ പലരും മറന്നുപോകുന്ന കാര്യങ്ങളിലൊന്ന് ഫോണിന്റെ വൈഫൈ ഓഫാക്കുന്നതായിരിക്കും. ഇതിപ്പോൾ വൈഫൈ ഓഫാക്കിയില്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ടാവാനാണ് എന്നോർത്ത് നിസ്സാരവൽക്കരിക്കരുത്. സൈബർ സെക്യൂരിറ്റി ഗവേഷകരാണ് ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ മുന്നോട്ടുവെക്കുന്നത്. ഇത്തരത്തിൽ വൈഫൈ ഓഫ് ചെയ്യാതെയാണ് നിങ്ങൾ ഫോണുമായി വീടിന് പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഒരു ഹിഡൻ എക്സ്പോഷർ വിൻഡോ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിൽ വ്യക്തിപരമായ വിവരങ്ങളും ഉണ്ടാകും. ഇവിടെയും തീർന്നില്ല, നിങ്ങളുടെ ലൊക്കേഷൻ അടക്കം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിന്റെ സുരക്ഷയെപ്പോലും അപകടത്തിലാക്കുന്ന ഈ അവസ്ഥ നിങ്ങളുടെ ഹോം നെറ്റ്വർക്കിൽ നിന്നും കുറച്ചകലേക്ക് മാറി കഴിയുമ്പോഴേക്കും സംഭവിച്ചേക്കാമെന്നാണ് പറയുന്നത്. പുത്തന് സ്മാർട്ട്ഫോണുകളിൽ ആക്സസ് പോയിന്റുകൾ നിരന്തരമായി സ്കാൻ ചെയ്യുന്ന രീതിയാണുള്ളത്. അറിയാവുന്ന നെറ്റ്വർക്കുകൾക്ക് പ്രോബ് റിക്വസ്റ്റ് നൽകുന്നതിന് സമാനമായി ഇവ റിക്വസ്റ്റുകൾ അയക്കുകയും ചെയ്യും. ഇത്തരം ഓട്ടോമാറ്റിക് രീതികളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ഡിവൈസിനെ തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങള്, കണക്ഷന് ഹിസ്റ്ററി എന്നിവ ഇതിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, അറ്റാക്കർമാർക്ക് മൂവ്മെന്റ് പാറ്റേണുകൾ ട്രാക്ക് ചെയ്യാനും നമ്മുടെ ഫോണിന് പ്രശ്ന സാധ്യതയുള്ള നെറ്റ്വർക്കുകളുമായി കണക്ട് ചെയ്യാം. ഇന്നത്തെ കാലത്ത് സ്മാർട്ട്ഫോണുകൾ ബാങ്ക് അക്കൗണ്ടുകൾ, ചികിത്സാ വിവരങ്ങള്, കോർപ്പറേറ്റ് രേഖകൾ എന്നിവയെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വൈഫൈ ഓഫാക്കാൻ മറക്കുന്നത് വരുത്തിവെക്കുക ചില്ലറ തലവേദനയില്ലെന്ന് സാരം. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുന്നതിന് അനുസരിച്ച് വലിയ ഉപകരണങ്ങളൊന്നും വേണ്ട തട്ടിപ്പുകാർക്കും വ്യാജന്മാർക്കും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ അവർ ആശ്രയിക്കുന്നത് നിങ്ങളുടെ ദിനചര്യങ്ങൾ തന്നെയായിരിക്കും. പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ആഗോളതലത്തിൽ വലിയൊരു സുരക്ഷ പ്രശ്നമായി തന്നെ മാറുന്നുണ്ട്. ഇവ ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല ട്രാക്കിംഗ് മെക്കാനിസമുകളുമുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. തേർഡ് പാർട്ടി ട്രാക്കിംഗ്, കുക്കീസ്, ബ്രൗസർ, ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്ക് എന്നിവ അതിൽ ചിലതാണ്. നമ്മുടെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവ എനേബിൾ ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിശ്വാസയോഗ്യമായ ഒരു നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കേണ്ടി വരുമ്പോൾ മാത്രമേ വൈഫൈ ഓൺ ചെയ്യാവൂ എന്നതാണ് പ്രധാനമായി ഓർത്തിരിക്കേണ്ടത്. മൊബൈൽ നെറ്റ്വർക്കിനെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും മികച്ച തീരുമാനം മാത്രമല്ല, അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പബ്ലിക് നെറ്റ്വർക്കുകൾക്ക് പകരം പേഴ്സണൽ ഹോട്ട്സ്പോട്ടുകൾ ഉപയോഗിക്കുക. ഓട്ടോമാറ്റിക് നെറ്റ്വർക്ക് കണക്ഷനുകൾ ഓഫ് ആക്കിയിടുക. പബ്ലിക് ആക്സസ് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ട്രാഫിക് എൻക്രിപ്റ്റ് ചെയ്യാൻ VPN ഉപയോഗിക്കുക. ഷെയർഡ് നെറ്റ്വർക്കുമായി പാസ്വേഡോ ബാങ്കിംഗ് വിവരങ്ങളോ പങ്കുവയ്ക്കാതിരിക്കുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സെക്യൂരിറ്റി പാച്ചസും ഉടനടി ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ഫോൺ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ഉപകരണമാണെന്ന വസ്തുത മറന്നുപോകരുത്.